വണ്ടിയിൽ വിജയകരമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള എല്ലാ നമ്മൾ ഈ വീഡിയോയിൽ മക്കാര എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാട് ബോർഡറിലുള്ള കേരളത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ഉൾഗ്രാമത്തിലെ കുറച്ച് നല്ല കാഴ്ചകളും അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് കാണാൻ പോണത്. നോക്കാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ. ഞാൻ എവിടെയെന്ന് അറിയാം, അടവിനയനാർ എന്ന് പറയും. കാപ്പിക്കുട്ടൻ്റെ പോട്രിപ്സ് എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത സ്ഥലമാട്ടോ. അവിടെ വീണ്ടും വന്നേക്കുവാണ്. ഇങ്ങനെയുള്ള കാഴ്ച നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുമല്ലേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. പാലക്കാട് ഉണ്ടല്ലോ, റീൽസിലൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിരുന്ന കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഒരു സാമ്യമാണ് കേട്ടോ. നമ്മുടെ ഒരു സൈഡിൽ കാണുന്ന വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ്, പശ്ചിമഘട്ടത്തിൻ്റെ അവസാന മലനിരകളാണെന്ന് പറയാം ആ സൈഡിലെല്ലാം കാണുന്നത്. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ ഇവിടെ മക്കാര എന്ന് പറയുന്ന സ്ഥലം, അടവനയനാർ ഡാമാണ് നമ്മുടെ അങ്ങേയറ്റത്ത് കാണുന്നത്. വളരെ കാമാൻ കോയിട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. കൃഷിയാണ് ഇവിടുത്തെ മെയിൻ പരിപാടിയും നമുക്ക് കാഴ്ചകൾ ഇത്രയും ഭംഗി തരുന്നതൊക്കെ. ഈ പാടത്തെ നടുക്കോളം വളഞ്ഞു പോകുന്നൊരു വഴിയുണ്ട് കേട്ടോ. ഞാനീ ഭംഗി വിവരിച്ച് ചളവാക്കുന്നില്ല, എന്നാലും പറയാം കേട്ടോ. ഒന്നിങ്ങോട്ട് നോക്കി, നല്ല പച്ചപ്പ് വിരിച്ച് നിൽക്കുന്ന പാടത്തിന് നടുക്കൊരു കുഞ്ഞമ്പലം, അതിൻ്റെ പുറകിലൊരു ആല്. സിനിമയ്ക്കൊക്കെ പറ്റിയ ഫ്രെയിമല്ലേ. അവിടെ അങ്ങനെ മൂലയ്ക്ക് കണ്ട ഒരു പച്ച വര, അത് സൂം ചെയ്ത് കാണിക്കാം. ദൂലത് അതാണ് കേട്ടോ അടവനയനാർ ഡാം. അതിൻ്റെ നേരെ താഴെ നമ്മൾ താമസിക്കാൻ പോണേ. അവിടെ MMA ഹിൽ റിസോർട്ട്സ് എന്ന് പറഞ്ഞൊരു ബംഗ്ലാവുണ്ട്. ബംഗ്ലാവും കോട്ടേജും എല്ലാം കൂടെ കൂടി അവർക്ക് 2-3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ പ്രാവശ്യം താമസിക്കാൻ പോണത്. ഞാനും പെട്ടെന്നൊരു കവിയായി മാറുമോ? കവിയായി മാറിയോണ്ട് കാര്യമില്ല, കവിത എഴുതുകൊണ്ട് ചെയ്യണ്ടേ. നമ്മുടെ സ്റ്റോക്ക് തീർന്നു കേട്ടോ, ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ബാക്കി വർണ്ണിക്കാൻ നിങ്ങളെ കാഴ്ചയിൽ നിങ്ങളുടെ ഭാവനെ നിങ്ങൾ കമൻറ്റ് ചെയ്തു. തുമ്പ എടുത്തുകൊണ്ട് പോകണുണ്ടോ രാവിലെ? അവിടെ കിഴക്ക വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവർ വരുന്നുള്ളൂ, മഴക്കാറുണ്ട് ഇങ്ങോട്ട്. വാ ഇവിടെ വാ. ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കാടാണ്. ആ കാട്ടിലെ പുലിയും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പട്ടികളെ പലരെയും, ഇപ്പോൾ കഴിഞ്ഞ യാത്രയിൽ നമ്മളോട് വന്നപ്പോൾ ഉണ്ടായിരുന്ന പട്ടികളിൽ 1-2 പേര് ഇവിടെ ഇല്ല. അപ്പോൾ അത് നിങ്ങളെ പുലി പിടിച്ചതാവാം, കാണുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ പുതിയ 2 കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവന്മാരെ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ നോക്കി കേട്ടോ. നമ്മുടെ കർണാടകയിലെ നമ്പരൊന്നും ഇവിടെ ഏറ്റില്ല. തമിഴ്നാട്ടിലെ പട്ടികൾ കുറച്ചുകൂടെ ടഫാന്ന് തോന്നുന്നു. 5 മിനിറ്റ് കൊണ്ടൊന്നും സിറ്റൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നെ പറ്റി ഇത് നിങ്ങൾ ചുരുക്കി പോണേ. മേത്തൊന്നും കയറണ്ട. നോ. വാ വന്ന്. നിങ്ങളെ കുറച്ച് പരിപാടികൾ പഠിപ്പിക്കാനുണ്ട്. നിങ്ങൾക്ക് സിറ്റ് അറിയാവോ? ഞാൻ സിറ്റ് പഠിപ്പിക്കട്ടെ നിങ്ങളെ. ഞാനിന്നൊരു വഴിക്കാക്കും ട്രെയിൻ ചെയ്ത്. ചേട്ടന് തന്നെ വേണോ? സിറ്റ് അറിയാത്? ഇത് വേണോ? വാ സിറ്റ്. വെയിറ്റ്. അങ്ങോട്ട് പെട്ടെന്ന് മയിലാന്നേ. വാ മയിലാന്നേ. എന്നാടാ? മയില്. പോട്ടെ. വാ പോട്ടെ. വാ.
പോട്ടെ 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 സാരല്ലേ വാ 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 വാ. നിന്റെ പിള്ളേരാണോ? നിന്റെ പിള്ളേരായിരുന്നോ ഡി? എങ്ങനെ ഇത് നിന്റെ പിള്ളേരായിരുന്നോ? എടി കളി ഭയങ്കര എടി. ആ ഇവള് ഓർക്കുന്നുണ്ടോ കേട്ടോ നമ്മളെ? നീ ഓർക്കുന്നുണ്ടോ? അത് ചായ കുടിച്ചിട്ട് പോയി ഓർക്കുന്നുണ്ടോ? എന്നാ സിറ്റ് സിറ്റ്. എടി തന്നെയാണോ? അയ്യോ ഇത് എടിയല്ല എടയാ. ഞാൻ ഓർത്തത് നിന്റെ മക്കളാണ്. ഞാനടി നിന്റെ തല എന്നെ കാണിച്ചാ? അയ്യോ തല എന്നെ കാണിച്ചെടി. മുറിഞ്ഞല്ലോ എന്തോ? എടിയല്ല എടാ അല്ലേ? സിറ്റ്. സിറ്റ് സിറ്റ് സിറ്റ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ കേട്ടോ. അവനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇരിക്കത്തില്ല. ഇപ്പം നാട്ടുകാരോട് പറയുമ്പോൾ അവൻ ഇരിക്കുന്നുണ്ട്. കണ്ടോ ഒരുത്തിൻ്റെ ഇരിക്കുന്നത്? എന്തായാലും അവൻ ഇരുന്നു കേട്ടോ. നമ്മുടെ സിറ്റ് കേട്ടിട്ടാണോ അല്ലയോ എന്താണെങ്കിലും ഇരുന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ടിപ്പിക്കൽ കൃഷി സ്ഥലം കണ്ടാലോ? കൃഷിയിടം നമുക്ക് കാണാം. അതായത് മിക്സഡ് ഫാമിംഗ് ആണ് കേട്ടോ. പലതരം വിളകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ പഴച്ചറികൾ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേരയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. റിസോർട്ടിൻ്റെയാണ് സ്ഥലമെങ്കിലും അവർ കൃഷിപ്പണികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് ജോലിയെടുത്ത് സ്ഥലങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കൃഷി രീതികളുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പുതിയ പുതിയ വിളകൾ വന്നാൽ പഴയ വിള അപ്പാടെ പിഴുത് കളഞ്ഞിട്ട് ആ പുതിയ വെറൈറ്റികൾ അവരവിടെ കൃഷി ചെയ്യും. 3-ാം വർഷം ഇതിൽ കായ ഉണ്ടാകുന്നുണ്ട് മംഗളയിൽ ഇവിടെ. ഇത് എന്നെ വെറൈറ്റിയും തരുമാ? ബാക്കി അവർ കൃഷിയെപ്പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ അത് തമിഴ് അറിയാവുന്നവർ കേൾക്കുക, അല്ലാത്തവർക്ക് സംഭവം എന്താണെന്നുള്ളത് എന്ന് വെച്ചാൽ ഇതിൽ 1000-ഓളം പേര മരങ്ങളുണ്ടായിരുന്നാണ് പറഞ്ഞത് നേരത്തെ. അത് ഫുള്ളായിട്ട് കളഞ്ഞിട്ടിപ്പോൾ മിക്സഡായിട്ട് പല രീതിയിലുള്ള ചെടികൾ, ഇപ്പം തെങ്ങ്, കമുക് അങ്ങനെയുള്ള ചെടികൾ കൂടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാവുകൾ ധാരാളമായിട്ടുണ്ട്. இது நிறைய போட்டிருந்தாங்க. அதை போட்டு தோட்டம் போட்டிருந்தான். அப்புறம் அழிச்சாச்சு. வந்து ஒரு அடி குழி ஆழம் குழி அகலம் போட்டு கன்று வைக்கும். கன்று வச்சு 1.5 வாரம் தண்ணி ஊற்றி 1.5 வாரம் தண்ணி ஊற்றுறது கன்று வளர்க்கறதுக்கு 1 வருஷம் ஆகும். ஒரு வருஷம் கழிச்ச பிறகு காய்க்கும். பூ பூச்சி காய் காய்க்கும். காய் வந்து கணிக்க முடியாது. 10 கிலோ காய்க்கும், 20 கிலோ காய்க்கும், 50 கிலோ காய்க்கும். இப்போ இதெல்லாம் எப்படியும் 10 கிலோ பறிப்போம். இப்போ சீசன் முடிஞ்சு வச்சு அடுத்த சீசன் ஆரம்பிக்கும். ஒரு வருஷம் ஆகும். ஒரு வருஷம். ஆனால் இது ஹைப்ரிட்டு கொய்யாக்க ஹைப்ரிட்டு. நாட்டுக்காய் பொடிசாக்கு ஹைப்ரிட் பரிசாக இருக்கும். இப்போ தண்ணி இல்லை, பொடிசாக இருக்குது. தண்ணி விட்டால் காய் பரிசாக வரும். உரம் வந்து நம்ம இப்போ காம்ப்ளெக்ஸ் போடலாம். அது 1 வருஷம் கழிச்சா போடணும். இப்போ போடுறது வந்து எரு வைக்கணும். மாட்டு சாணி இருக்கணும். சாணி இருக்கணும். சாணி வந்து 2 சட்டி உரம் போட்டால் போதும். குழி வச்சுட்டு போட்டால் நல்லா காய்க்கும். காய் பருங்காயாக இருக்கும். இப்போ நாங்கள் வந்து ஒன்றும் செய்ய போட்டாச்சு. அதை அடிக்க மாட்டோம். அடிக்கூடாது. அடித்தா நோயாகும். அடிக்கூடாது. மந்திரிக்கூடாது. மந்திரிக்காமல் எரு வைக்கணும். சாணி எரு வச்சா நல்லா காய் பருசாக இருக்கும், சாப்பிட்டு நல்லா இருக்கும். அது உடம்பு ஒழிக்காது. மந்திரிக்கு வந்து நோய். அது காய் வந்து மந்திரிக்குமா சாப்பிடுதான் உள்ள நோயாயிப்போம். அது மந்திரிக்க மாட்டோம். நம்ம எரு எரு உரம் வச்சு விட்டு எல்லாம் 1 வருஷம் கண்ணு வந்துடும். பூ பக்கம் மறு வருஷம் வந்து இப்போ கண்ணு கொடுப்பாங்க. கண்ணு கொடுக்க ஒரு 3 கண்ணு கொடுப்பாங்க. நம்ம 1 வருஷம் இப்போ கண்ணு வந்துடும். அப்போ காய்ச்சிடும். இப்போ வைக்கிற காய் காய்ச்சிடும். ஆனால் காய் ஓடிட்டு இருக்கும். நாங்கள் ஒரு 1000 மரம் போட்டு அழிச்சாச்சு. அது பராமரிக்க முடியாது. ரிசல்ட் கட்டினாங்களா கெட்டு அடிமையை போட்டு அழிச்சிட்டேன். இது வந்து வீட்டுக்கு சாப்பிட்டுக்கு ஒதுக்கி விட்ருக்கேன். ஒரு 10 மரம் 10 மரம் ஒதுக்கி விட்ருக்கேன். 2 வருஷம் வளர்த்துட்டான். நல்லா மரம் ஆயிரும். இப்போ போட்டு 8 வருஷம் ஆச்சு. 8 வருஷம் இவ்வளோ பெருசாக இருக்கு மரம். கட் பண்ணுறேன். அதே அடிச்சிடும். மரம் பெருசாகிக்கிட்டு இருக்கும்.
இப்போ நான் பறிச்சிட்டா இப்போ இந்த மாதம் பூ பூக்கும். இப்போ மார்கழி பூ பூத்து தை மாதம் காயாயிரும். இது கோடைக்காய் எப்பவும் கட்டிட்டு கிடக்கும். எப்போதும் வாட்டுக்கு வந்து 4 வாட்டி கட்டிட்டு பிடிச்சிட்டு கிடக்கும். ஏன் அவ்வளோ பிடிங்கி விட்டாதான் ഇത് ആർ പിടിക്കും അത് വേണം. റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വലിയ കൃഷിയിടമാട്ടോ നമ്മൾ കാണുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ മിക്സഡ് ഫാമിംഗ് എന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ എക്സാക്റ്റ് ഒരു കോപ്പിയാണ്. പേരമരം നട്ടിട്ടുണ്ടായിരുന്നു, പേരയ്ക്ക. വളരെ വിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അവർ ചെയ്തേക്കുന്നത് പേര കുറേ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മാവ്, അതുപോലെ തന്നെ കുള്ളം കമുകളൊക്കെ തീരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്നതാണ്. തെങ്ങുകൾ നിൽപ്പുണ്ട്, മുരിങ്ങക്കൊല, മാവ്, എല്ലാം ഓർഗാനിക്കായിട്ടാണ് കൃഷി ചെയ്യുന്നത്. വേറെ ഈ തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്നത് നമ്മൾ വിചാരിക്കും ഇവിടെ മൊത്തം വിഷമടിച്ചുണ്ടാക്കുന്ന സംഭവങ്ങളുള്ളൂ എന്ന്. അതില്ല. ഇവരിവിടെ ചാണകം വളമായിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും അവരിവിടെ ചെയ്യുന്നില്ല. ഇത് ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇതിന് സൈസൊന്നും വെച്ചിട്ടില്ല. നല്ല വലുപ്പത്തിൽ വെക്കുന്ന പേരയ്ക്കയാണ്. ഹൈബ്രിഡ് എന്നാണ് ഒരു വെറൈറ്റി പറയുന്നത്. അപ്പോൾ ഏതാ കറക്റ്റായിട്ടുള്ളതെന്ന് നമുക്കറിയത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അച്ഛൻ നമുക്ക് നല്ലപോലെ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് ഒത്തിരി കാര്യം എനിക്ക് മനസ്സിലായില്ല, എന്നാലും തമിഴറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി എന്തൊക്കെ നമ്മൾ നമുക്ക് നോക്കാം. രാവിലെ ഈ ചേട്ടൻ്റെ പണിക്കിടയ്ക്ക് നമ്മൾ ചെന്നപ്പോൾ ഒരു പേരക്കായും പറിച്ച് അതും കടിച്ച് പറിച്ച് ഈ പുള്ളിയുടെ പുറകെ നടന്നപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. അവിടെ വെള്ളം പമ്പ് ചെയ്യുന്നൊരു മോട്ടർ കാണിച്ചു, പഴയ ഒരു ഡീസൽ മോട്ടർ. ഒരു മോട്ടറാണ് കേട്ടോ, ഈ തോട്ടം മുഴുവൻ നനയ്ക്കുന്ന മോട്ടറാണ്. ഇതൊരു പഴയ കാലത്തെ ഇവർ ഉപയോഗിച്ചിട്ടിരുന്ന മോട്ടറാണ്, ഡീസൽ മോട്ടറാണ്. റൊട്ടേറ്റ് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ആ കറക്കുമ്പോൾ ചേട്ടാവും. ബെൽറ്റ് വെച്ചിട്ട് ശരിക്കും ഇതിൻ്റെ പമ്പ് വരുന്നത് ഇവിടെയാണ്. മയില്, പന്നി, മാന് അതൊക്കെ ഒരുപാട് കയറി ഈ തോട്ടത്തിൽ കൂടെ നടക്കുന്ന. അപ്പോൾ അതുങ്ങളുടെ കാൽപ്പാടുകൾ ഇതെല്ലാം കാണിച്ചു. പന്നിയുടെ വലിയ ശല്യമുണ്ട് കേട്ടോ, നമ്മളിവിടെ പോലെ തന്നെ ശല്യമുണ്ട്. പക്ഷേ അവരത് വേലിയൊക്കെ കെട്ടി ഒരു തരത്തിലൊക്കെ അവർ കൺട്രോൾ ചെയ്ത് പോകണം. പിന്നെ ഈ തെങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനോട് വലിയ ശല്യങ്ങളില്ല. തെങ്ങിനൊക്കെ ചെതലിനൊക്കെയുള്ള ശല്യങ്ങളുള്ളൂ. ചെതലും വണ്ടും ഒക്കെയുള്ള ശല്യങ്ങളാണ് അവിടെ മെയിനായിട്ട്. അതിന് ഈ ഡീസൽ മോട്ടറിൻ്റെ അകത്തുനിന്ന് വരുന്ന ഓയിലെടുത്ത് അവർ തെങ്ങിൻ്റെ താഴ്ഭാഗത്ത് അടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെതലോ അങ്ങനെയുള്ള വണ്ടോ ഒന്നും കയറുന്നില്ലെന്ന് പറയും. തണ്ടിനങ്ങനെ ശല്യങ്ങളുണ്ടാകുന്നില്ല. കുറേ നാട്ടറിവുകളാണ്. ഇപ്പം നമ്മൾ സയൻറ്റിഫിക്കലി അങ്ങ് പ്രൂൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലതും നമുക്കൊരർത്ഥവും കിട്ടത്തില്ല. പക്ഷേ അവർക്ക് അവിടെ വിജയിക്കുന്ന പല അറിവുകളാണ് അവർ ഈ പറഞ്ഞു തരുന്നത്. അത് കേട്ടിങ്ങനെ നടക്കാൻ നല്ല ഒരു രസമുള്ള അനുഭവമായിരുന്നു കേട്ടോ. തെങ്ങാക്കിയ ஒரு வாரம் பிடினாக்கா இப்போ ஆடிட்டேன். அங்கே ஒரு 1000 மரம் மட்டும் 1000 கண்ணு அதுக்கு இப்போ சும்மா போட்டிருக்கேன். ஒரு வாரம் பறிச்சிட்டாங்க, இப்போ கட் பண்ணியாச்சு. இவங்க தான் மேலோட்டமாக பார்க்குறது எல்லாமே ஃபுல்லாக உழுது அடிக்கிறது. இவங்க அடுத்து பெத்தா 2 பேர் இருக்காங்க, அவங்க 2 வந்து எல்லாமே பார்க்குறது. இங்கே தண்ணி பாய்ச்சது, உழுது அடிக்கிறது, மருந்து வைக்கிறது எல்லாமே இது மட்டும் கார் மேலே நடக்கு. மேலே சரி மேலே ஃபுல்லாக இருக்குது. 150 ஏக்கர் இருக்குது. இப்போ போகிற ஏன் கொண்டு வரலாம். ஓகே, இல்லை வேலை வாங்க போய் வாங்கி கொண்டு வரல. எல்லாம் சூப்பர்வைசிங் எல்லாமே ஆட்களை கூட்டு தேங்காய் எல்லாம் நீங்கள் விற்குவோ? 3 மாதத்துக்கு இல்லை 4 மாதத்துக்கு எடுக்கும். 60 நாள். 60 നാളല്ലേ? ഇത് ഇവിടെ തന്നെ വിൽക്കുവാണോ പുറത്തോട്ട്? சேல் வந்து பசீர்னு சொல்லி உங்களோட ஓனர், அவங்க எல்லாம் அம்பலம் கோயில் இல்ல, இது தேங்காய் அம்பலம். இங்க இதெல்லாம் தேங்காய் எல்லாம் எண்ணெய் எடுக்கும், பின்ன மார்க்கெட்டுக்கு அனுப்பிவிடும், பின்ன வீட்டுக்கு தேவையானதெல்லாம் எடுத்து வைக்கும். ഇവിടെ வந்து அங்க கேரளத்துல அம்பலம்னா கோயில், ഇവിടെ അമ്പലம்னா தேங்காய் ഇതെല്ലാം പോട്ട് வைக்கும். പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവിടെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലം തന്നെ. അവരുടെ നാട്ടിലെ അമ്പലം എന്ന് പറയുന്നത് ഈ തേങ്ങയെല്ലാം കൊണ്ടിടുന്ന അട്ടി എന്നൊക്കെ പറയാറില്ലേ നമ്മുടെ നാട്ടിൽ, തേങ്ങ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെ വെച്ചിട്ട് ചിലപ്പം മില്ലുണ്ടായിരിക്കും, അവിടെ തേങ്ങ പൊതിച്ച് പ്രോസസ്സ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്തിനാണ് അമ്പലം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അവിടുത്തെ ഒരു അമ്പലം കാണാനായിട്ട് നമ്മളത് കഴിഞ്ഞിട്ട് പോയി. നമ്മളിന്നത്തെ താമസിച്ചായിരുന്നു, എന്നാലും നമുക്ക് അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ അവരൊന്ന് കാണിച്ചു തന്നു കേട്ടോ. അതിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അവിടുത്തെ മുതലാളിയാണ്, അവിടുത്തെ തൊഴിലാളിയാണ് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് ചെന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങാമ്പലത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ചകിരി അവർ
ചകിരി അവർ പ്രോസസ്സ് ചെയ്ത് ചെറിയ ഫൈബറാക്കി മാറ്റും. അതിൽ കറുത്തതും വെളുത്തതും തൊണ്ട് വരും. അതിൽ ആ വെളുത്ത തൊണ്ട് കൂടുതലും അവർ ബണ്ടിലുകളാക്കി മെത്തയും മറ്റും ഉണ്ടാക്കുന്ന ഫാക്ടറികളിലോട്ട് കയറ്റി വിടുകയും ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളത്തിലോട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. ഒരു ബണ്ടിൽ ഏകദേശം 30-35 കിലോ ആണ് വരുന്നത്. അപ്പോൾ ആ ചകിരിത്തോണ്ട് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഇതുപോലെ ഫൈബർ ആക്കുന്നു എന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. ഇവിടെ അവിടെ ചെന്നിട്ട് അമ്പലത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞൊരു ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ഈ തേങ്ങ പൊതിക്ക് സ്ഥലത്തോണ്ട് നിർത്തും കേട്ടോ. പിന്നെ മക്കാരയിലെ ജനങ്ങളുടെ ജീവിതം നമ്മൾ പറഞ്ഞു, കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ആണ്. അതുപോലെ തന്നെ ആശുപത്രികളിൽ അവരങ്ങനെ പോകാറില്ല. പൊതുവേ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഹോസ്പിറ്റലുകൾ അവർ പോകാറില്ല. നാട്ടുവൈദ്യവും നാട്ടുമരുന്നുകളും പച്ചമരുന്നുകളൊക്കെയാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ചെടിയുടെ ഇല എന്നെ പറിച്ച് കാണിച്ചു. അതിൽ നിന്നൊരു തെളിഞ്ഞ നീര് വരുന്നുണ്ട്. അത് കയ്യിലിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അത് മാറും. ആ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രക്തം വരുന്ന ഏത് മുറിവിലും തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ എല്ലിൻ്റെ ഒടുവിനും ചതവിനും ഒക്കെയുള്ള മരുന്നുകൾ അവരവിടുന്ന് പറിച്ചെനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ആ മരുന്നാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. എന്ന് പറയുക ചതവോ എല്ല് പൊട്ടലോ അതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഈ മരുന്ന് അവർ ദോശക്കൊപ്പം മറ്റും ചേർത്ത് കഴിക്കുകയും എണ്ണ കാച്ചി തേക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അവർക്കെന്തായാലും അതിൽ അവർ റിസൾട്ട് ഉള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും നാട്ടുവൈദ്യം തന്നെയാണ് അവിടെ മെയിനായിട്ട് പോകുന്നത്. നമ്മളൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങളും അവരുടെ ജീവിതങ്ങളും കാണുവാണല്ലോ. അപ്പോൾ അത് നമുക്കും കൂടെ അനുഭവിക്കാനും അറിയാനും ഒക്കെ ഉള്ള അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നീ പുറത്തുനിന്ന് വന്നാൽ നീ ഇതൊന്നും കാണണ്ട പൊക്കോളം പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകണം. അവിടെ അങ്ങനെയല്ല, നമ്മൾ വെൽക്കം ചെയ്ത് എല്ലാത്തിലും അവർ കൂട്ടും. അവിടുത്തെ തൊഴുത്തുകളൊക്കെ നമ്മൾ കണ്ടു. പറഞ്ഞ് കാലിവളത്തിലാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നില ഉഴുവാൻ ഇപ്പോൾ ട്രാക്ടറുകളാണ് കൂടുതലും നിലമെല്ലാം കിളയ്ക്കുന്നതിനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും വളത്തിൻ്റെ ആവശ്യങ്ങൾക്കും അവരുടെ പാലിൻ്റെ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നിത്യേനയായിട്ടുള്ള ജീവിത ചെലവുകൾ കണ്ടെത്താനായിട്ട് അവർ കന്നുകാലികൾ ധാരാളമായിട്ട് വളർത്തുന്നുണ്ട്. ഒരു 50 പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനെൻ്റെ വീട്ടിലൊരു തൊഴുത്തുണ്ടാക്കിയപ്പം ഏകദേശം 1 ലക്ഷം രൂപ മിച്ചമായി. ബയോഗ്യാസ് ഉണ്ടാക്കിയതിന് വേറെ ചിലവായി 80,000-ഓളം രൂപയായി. ഇവിടെ ഒരു തൊഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഓലം മേഞ്ഞ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ. അതിൽ അവർ പശുവിനെ കയറ്റി കെട്ടുന്നത് മഴയാണെങ്കിൽ മാത്രമേ അവരോട് പശുവിനെ കയറ്റി അകത്ത് കെട്ടാറുള്ളൂ. നാടൻ പശുക്കളാണ് കൂടുതൽ അവരവിടെ ഉപയോഗിക്കുന്നത്. ഒരു 50 പശുവിനെ വളർത്തുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എല്ലാത്തിനും പുറത്താണ് കെട്ടിയേക്കുന്നത്. ആ മൊത്തം പശുവിനെ കെട്ടാനുള്ള സെറ്റപ്പിന് പോലും ചെറിയ പൈസ അവിടെ ആകുന്നുള്ളൂ ഇത്രയും പശുക്കളെ കെട്ടുന്നിടത്ത്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ കുളിപ്പിച്ച് മിനുക്കി വൃത്തിയാക്കി വെച്ചേക്കുന്ന രീതിയിലുള്ള പശുക്കളൊന്നും അല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മണ്ണി കിടക്കുന്ന പശുക്കൾ. അവർ അതിൻ്റെ ഇടയ്ക്ക് പോയി അതുങ്ങളെ കറക്കുന്നു. എല്ലാത്തിനും അഴിച്ചു വിട്ടാൽ അവരവിടെ തീറ്റുന്നത്. കെട്ടിയിട്ട് നമ്മൾ കൂട്ട് ഒരേ തീറ്റ തന്നെയല്ല അവിടെ തിന്നുന്നത്. പലതരം പുല്ലുകളാണ് അവരവിടെ തിന്നുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കൈത അല്ലെങ്കിൽ ഒരേ തീറ്റ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ എങ്ങനെയല്ല, അവിടെ പുല്ല് കൃഷിയോ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല. കാരണം അവിടെ ഒരുപാട് കാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുല്ല് ഉള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് തെങ്ങിൻ തോപ്പിനുള്ളിലുമൊക്കെ അഴിച്ചു വിട്ട് തീരാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പശുക്കളുടെ ഹെൽത്തും അസുഖങ്ങളും ഒക്കെ അവിടെ വളരെ കുറവാണ്. അതുപോലെ ഒരു കാളവണ്ടി വേണം കേട്ടോ അവിടെ. കാളവണ്ടി അടുത്ത് ഇങ്ങനെ ഓടുന്നൊക്കെ ഏറ്റവും തൊട്ടടുത്ത് കാണുന്ന ഇപ്പോഴാണ് കേട്ടോ. അത് കാണാൻ രസമുണ്ട്. അവരത് ഇപ്പോഴും ഉപയോഗിക്കുന്ന അവരൊരു ഭംഗിയായിട്ട് വെച്ചേക്കുന്നതല്ല, അവരുടെ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാളവണ്ടികളാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വണ്ടിയിലൊന്ന് കയറാനും അതൊന്ന് ഓടിക്കാനും ഒക്കെ ഉള്ളൊരു ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഈ കാളവണ്ടിയുടെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം പറഞ്ഞു തരാനും ഇതിങ്ങനെയാണ് അതങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാനൊക്കെ നമ്മളെ വെൽക്കമിങ് ആണ് അവരവിടെ. അപ്പോൾ അങ്ങനെ കുറേ നാട്ട് കാഴ്ചകളും നാട്ടറിവുകളും ഒക്കെ കിട്ടിയ ഒരു യാത്രയായിരുന്നു ഇപ്രാവശ്യത്തെ. അങ്ങനെ ഒരു നാട്ടിൻപുറം സെറ്റപ്പ് കാണുമ്പം നൊസ്റ്റാൾജിയ അടിക്കുന്ന ഒരു വലിയ തലമുറ ഉണ്ടാവുമല്ലോ ഇന്ന്. അതുപോലെ തന്നെ ഇന്ന് ഈ കാഴ്ചകളൊന്നും നേരിട്ട് കാണാനോ ആസ്വദിക്കാനോ പറ്റുന്ന ഒരു തലമുറ ഇനി വരുത്തുമില്ലായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളും ജോലി സ്ഥിതിയെല്ലാം മാറിയിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നാളത്തെ ഒരു കാലത്തിന് എനിക്കാണേലും എടുത്ത് ഓർമ്മിക്കാനും കാണാനും പറ്റുന്ന ഒരു വീഡിയോ
എനിക്കിവിടെ വന്നിട്ട് ചെയ്യാനും പറ്റി, കാഴ്ചകൾ ഒരുപാട് കാണാൻ പറ്റി. അതിനെ കഴിഞ്ഞൊക്കെ ഉൾപ്പെടെ ഈ വീഡിയോ കാണിച്ച് കഴിഞ്ഞും കൂടുതൽ അറിവുകളും അനുഭവങ്ങളും നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ കാളവണ്ടി വീഡിയോയും ഇതിനിടയ്ക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു ഷോർട്സും എല്ലാം പുറകെ വരുന്നുണ്ട്. വീണ്ടും കാണാം. മധുര ടാറ്റ.